السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وما أمروا إلا ليعبدوا الله مخلصين له الدين حنفاء ويقيموا الصلاة ويؤتوا الزكاة وذلك دين القيمة. صدق الله العلي العظيم. قال نبينا صلى الله عليه وسلم: إنما الأعمال بالنيات وإنما لكل امرئ ما نوى فمن كانت هجرته إلى الله ورسوله فهجرته إلى الله ورسوله ومن كانت هجرته إلى دنيا يصيبها أو امرأة ينكحها فهجرته إلى ما هاجر إليه. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. ഏറ്റവും സ്നേഹമുള്ള മുഅ്മിനുകളെ, പരിശുദ്ധമായിരിക്കുന്ന റമദാൻ മാസം നാം ഈ വർഷം വളരെ ആശങ്കയോടുകൂടെയാണ് സ്വാഗതം ചെയ്തിട്ടുള്ളത്. മറ്റു വർഷങ്ങളിലൊക്കെയും വളരെ സന്തോഷത്തോടെ വളരെ ആവേശത്തോടെ നാം സ്വാഗതം ചെയ്തവരാണ്. പക്ഷേ ഈ വർഷം കോവിഡ് എന്ന മഹാമാരിയുടെ കാരണം കൊണ്ട് തന്നെ നമുക്ക് ആശങ്കയോടെ സ്വീകരിക്കേണ്ടി വന്നു, സ്വാഗതം ചെയ്യേണ്ടി വന്നു. കാരണം എല്ലാ വർഷം നാം പള്ളിയിലും മറ്റും പോകുന്നവരായിരുന്നു. ഈ വർഷം പള്ളിയിൽ ജമാഅത്തിന് പോകാൻ പറ്റാത്ത, തറാവിഹിൽ സംബന്ധിക്കാൻ പറ്റാത്ത, ഇത്തികാഫിരിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയും കൂടിയാണ് ഈ വർഷത്തെ പരിശുദ്ധമായ റമദാൻ നാം സ്വീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നാം വളരെ ആശങ്കയോടുകൂടെയാണ് ഈ മാസത്തെ സ്വീകരിച്ചിട്ടുള്ളത്. പക്ഷേ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആശങ്ക അകറ്റാൻ ഖുദ്സിയായ ഒരു ഹദീസിലൂടെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഇന്നല്ലാഹ കതബൽ ഹസനാതി വസ്സയ്യിആതി സുമ്മ ബയ്യന ദാലിക. അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മയും അതുപോലെ തന്നെ തിന്മയെയും രേഖപ്പെടുത്തി ശേഷം അതിനെ അല്ലാഹു തആല വിശദീകരിക്കുകയാണ്. ഫമൻ ഹമ്മ ബിഹസനത്തിൻ ഫലം യഅമൽഹാ കതബഹ അല്ലാഹു തബാറക വ തആല ഇൻദഹു ഹസനതൻ കാമില. ഒരാൾ ഒരു നന്മ ഉദ്ദേശിച്ചു, പക്ഷേ ആ നന്മ അവനിക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല. എന്തെങ്കിലും കാരണം കൊണ്ട് തടസ്സപ്പെട്ടു. പള്ളിയിൽ പോകണമെന്ന് ആഗ്രഹമുണ്ട്, ഇഅ്തികാഫിരിക്കണമെന്നുള്ള ആഗ്രഹമുണ്ട്, പക്ഷേ അതിനുള്ള തടസ്സം നേരിട്ടു. എന്നാൽ അല്ലാഹു തആല അവനിക്ക് ഒരു പൂർണ്ണമായ നന്മ രേഖപ്പെടുത്തുന്നതാണ്. വഇൻ ഹമ്മ ബിഹാ ഫഅമിലഹാ കതബഹ അല്ലാഹു ഹശറ ഹസനാതിൻ ഇലാ 700 ളഅഫിൻ ഇലാ അദ്ആഫിൻ കസീറ. ഇനവൻ നല്ല കാര്യം ചെയ്യണമെന്ന് ഉദ്ദേശിച്ചു, പള്ളിയിൽ പോകണം, ഇഅ്തികാഫിരിക്കണം, ജമാഅത്തിൽ പങ്കെടുക്കണം എന്നുള്ള നല്ല കാര്യങ്ങൾ അവൻ ഉദ്ദേശിക്കുകയും അത് പ്രവർത്തിക്കുകയും ചെയ്താൽ അല്ലാഹു തആല അവനിക്ക് 10 നന്മ രേഖപ്പെടുത്തുന്നു. മാത്രമല്ല 700 അതിന്റെ ഇരട്ടിയുമെല്ലാം പ്രതിഫലം അല്ലാഹു തആല രേഖപ്പെടുത്തുന്നതാണ്. വഇൻ ഹമ്മ ബിസയ്യിഅത്തിൻ ഫലം യഅമൽഹാ കതബഹ അല്ലാഹു ഇൻദഹു ഹസനതൻ കാമില. ഇനി അവൻ ഒരു തിന്മ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ചു, പക്ഷേ അതവൻ പ്രവർത്തിച്ചില്ല. എന്നാൽ അല്ലാഹു തആല അവനിക്ക് പൂർണ്ണമായ ഒരു നന്മ രേഖപ്പെടുത്തുന്നതാണ്. വഇൻ ഹമ്മ ബിഹാ ഫഅമിലഹാ കതബഹ അല്ലാഹു സയ്യിഅതൻ വാഹിദ. ഇനൊരു തിന്മ ചെയ്യണമെന്ന് ഉദ്ദേശിച്ചു, അത് പ്രവർത്തിക്കുകയും ചെയ്തു, എന്നാൽ അവന് ഒരു തിന്മ മാത്രമേ അല്ലാഹു തആല രേഖപ്പെടുത്തുന്നുള്ളൂ. ഈ നിലയ്ക്ക് നമ്മുടെ ഉദ്ദേശ ശുദ്ധി അത് ശരിയാണെങ്കിൽ, നമ്മുടെ നിയ്യത്ത് നന്നാണെങ്കിൽ തീർച്ചയായും അല്ലാഹു തആല നമുക്ക് പ്രതിഫലം നൽകും.
ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, തീർച്ചയായും സൽക്കർമ്മങ്ങൾ സ്വീകരിക്കുന്നത് അവന്റെ നിയ്യത്ത് കൊണ്ടാണെന്ന് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഉദ്ദേശം, നമ്മുടെ നിയ്യത്ത് ഏത് വിഷയത്തിലും നന്നായി കഴിഞ്ഞാൽ, നാം രാവിലെ ഒന്ന് എഴുന്നേറ്റ് നടക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വൈകുന്നേരം നടക്കുന്നുണ്ടെങ്കിൽ, ആ സമയത്ത് നമ്മുടെ മനസ്സിൽ വേണം, എൻ്റെ ഈ നടത്തം ഇത് എൻ്റെ ഇബാദത്തിന് ശക്തി കൂട്ടാനുള്ള, എൻ്റെ ശരീരത്തിന് ശക്തി പകരാനുള്ള ആവശ്യത്തിന് വേണ്ടിയാണെന്ന് ഒരാൾ ഉദ്ദേശിച്ച് നടന്നു കഴിഞ്ഞാൽ അവൻ്റെ ആ നടത്തം ഇബാദത്തായി തീരും. മാത്രമല്ല, നമ്മുടെ വീടിൻ്റെ പരിസരത്ത് നാം ചെയ്യുന്ന ഒരു ചെറിയൊരു ചെടി പോലും നട്ടുപിടിപ്പിക്കുന്നുണ്ടെങ്കിൽ, ആ സമയത്തും നമ്മുടെ നിയ്യത്ത്, ഞാൻ കൃഷി ചെയ്യുന്നുണ്ടെങ്കിൽ ഈ കൃഷി കൊണ്ട് എൻ്റെ കുടുംബത്തിന് ഭക്ഷണത്തിന് വേണ്ടിയാണെന്നുള്ള നിയ്യത്തോടുകൂടെ കൃഷി ചെയ്യുമ്പോൾ, ആ കൃഷി ചെയ്യുന്ന സമയവും മറ്റുമെല്ലാം അത് ഇബാദത്തായി മാറുകയാണ്. ഒരു ചെടി നട്ടുപിടിപ്പിക്കുന്നുണ്ടെങ്കിലും ആ സമയത്തും നല്ല ഉദ്ദേശം നമ്മുടെ മനസ്സിൽ ഉണ്ടെങ്കിൽ, ഈ എന്തെങ്കിലും ഒരു മാവിൻ തൈ നട്ടുപിടിപ്പിക്കുന്നുണ്ടെങ്കിൽ ഇതിലുണ്ടാകുന്ന മാങ്ങ ഏതെങ്കിലും ആടുകൾക്കോ അല്ലെങ്കിൽ പക്ഷികൾക്കോ തിന്നാൻ വേണ്ടിയാണെന്നുള്ള നല്ല ഉദ്ദേശമുണ്ടെങ്കിൽ, നിയ്യത്തുണ്ടെങ്കിൽ, അതും ഇബാദത്തായി മാറ്റാൻ പറ്റുന്നതാണ്. ഇങ്ങനെ നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളും നമ്മുടെ നിയ്യത്ത് നന്നായി കഴിഞ്ഞാൽ തീർച്ചയായും അത് ഇബാദത്തായി മാറുമെന്ന് നമുക്ക് ഹദീസിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്നു. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും നല്ല നിലയിൽ അവൻ സ്വീകരിക്കുന്ന നിലയിൽ അല്ലാഹു ആക്കി തരട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി.